ഞാനേ പുറകെ വന്ന അപ്പച്ചനെ വിളിച്ചപ്പോ എന്നോട് യേശു പറഞ്ഞു, 2 കാര്യത്തിന് കരഞ്ഞുണ്ടാവുന്നേ. ഒന്ന് ഈ മോളുടെ കാര്യം, ഒന്ന് വീട്ടിൽ രോഗിയായിട്ട് ഒരാളുണ്ട് അവരുടെ കാര്യം. ഇന്ന് രാവിലെ ഈ 2 രോഗം മാറും. യേശു ഒരു സൗഖ്യം തരാൻ പോവാ. യേശുവിന്റെ കരം അവിടെ ചലിക്കാൻ പോവാ. എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ കരമടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പ്രായമുള്ള പിതാവ് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടാകേണ്ടതിന് വേണ്ടി. അപ്പച്ചാ, ഈ പാർക്കിൻസൺസ് തുടങ്ങിയിട്ട് എത്ര നാളായി? 4 വർഷമായി. ഇവർക്ക് ഷുഗർ തുടങ്ങി 4 വയസ്സിൽ തുടങ്ങി. 42 വയസ്സ്. യേശു സൗഖ്യമാക്കും. ഈ അപ്പച്ചന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടക്കും. ഒരാളും നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വരും. ഈ അപ്പച്ചനത് കൺകുളിർക്ക് കാണുമെന്ന് ദൈവം എന്നോട് പറയുക. ഈ അപ്പച്ചൻ ഇങ്ങനെ പുറത്തിച്ചിരിക്കുന്നുണ്ടെങ്കിലും പല ആവർത്തികളെ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എന്റെയും ഭാര്യയുടെയും കണ്ണടഞ്ഞ പിന്നെ എന്റെ മോടെ കാര്യം ആര് നോക്കുമെന്നറിയത്തില്ല. അങ്ങനെ വിതുമ്പിക്കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട്. സത്യം എന്നോട് ദൈവം പറയുക, നിങ്ങളുടെ അവിടുന്ന് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഒരു കല്യാണം വരും. ഇവളേക്കാൾ 3 വയസ്സ് മൂത്ത ഒരാളിന്റെ പ്രപ്പോസൽ വരും. അത് ഇവരുടെ ഷുഗർ അവർക്ക് പ്രശ്നമല്ല. ആ നിലയിൽ ഇവിടെ വിവാഹം നടക്കും. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇവിടെ മേൽ വ്യാപരിക്കുമെന്ന് ദൈവം എന്നോട് പറയുക. ഒന്ന് കൈയടച്ചു യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് കരമൊന്നടിച്ചു വിളിച്ച് ആ നാമത്തെ ഒന്ന് ഉയർത്താൻ പറ്റുന്ന എല്ലാവരും കൂടെ നാമത്തെ ഒന്ന് ഉയർത്തിയേ വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ. പാർക്കിൻസൺസ് ഇല്ലാതെ വരും. വീട്ടിലൊരു വിടവ് നടക്കും. ഈ നിന്റെ കല്യാണം യേശു പറയുക, നമ്മുടെ നാടെല്ലാം കല്യാണക്കുറി അടിച്ച് കൊടുക്കും. യേശു എന്നോട് നമ്മൾ ആദ്യമായിട്ട് കാണുമല്ലയോ? യേശു എന്നോട് പറയുമല്ലോ അങ്ങനെ. അത് നടക്കാൻ പോവാ. ഇന്ന് രാവിലെ അതിനുള്ള ദൈവത്തിന്റെ പ്രവർത്തികൾ ദൈവം തുടങ്ങാൻ പോവാ. ഒന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവിനെ ഒന്ന് ആരാധിച്ച് നിങ്ങള് ആ കണ്ണൊന്ന് അടച്ചു ഒന്ന് അനന്തരാവകാശിന്റെ വീട്ടിൽ ഇല്ല. എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ ആ വസ്തുവിന്റെ ഒരു കൈ പറഞ്ഞുകൊണ്ടിരുന്ന കാതിൽ പറഞ്ഞേ, എന്നോട് ദൈവം പറയുക, ലീനയ്ക്ക് തലമുറ ഉണ്ടാകും, ലിൻഡയ്ക്കും തലമുറ ഉണ്ടാകും,
ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ മല്ലപ്പള്ളിയിലെ ആ വീട്ടിലൂടെ ഓടിക്കളിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോടൊരു പ്രവചനമായിട്ട് പറയുക. ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ. ഈ 82 വയസ്സുള്ള പിതാവിനോട് ഒരു ദൂതും കൂടെ ഞാൻ പറയുക. ഈ പിള്ളാരെ കൈകൊണ്ട് അപ്പച്ചൻ മാത്രല്ല, അമ്മച്ചി, 2 പേർക്കും ദൈവം ആയുസ് നീട്ടിയേക്കുക. ഈ മൊത്തത്തില് എത്ര വർഷം ജോലി? 18 വർഷം. അമ്മാമയോ 15 വർഷം. 2 പേരും കുവൈറ്റിലാണ്. അച്ഛനും അമ്മാമയും എല്ലാം ഉണ്ട്. പക്ഷെ അനന്തരാവകാശം ഈ കെട്ട് പൊട്ടണ്ടേ? പൊട്ടണം. നമ്മൾ പ്രാർത്ഥിച്ച പൊട്ടും. നമ്മൾ പ്രാർത്ഥിച്ചാലേ ഇത് പൊട്ടത്തുള്ളൂ. നമ്മളെല്ലാരും കൂടി ഇപ്പൊ പ്രാർത്ഥിക്കാനായിട്ട് പോവാ. നിങ്ങളൊന്ന് വാ തുറന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ യേശുവേ. നിങ്ങളുടെ മല്ലപ്പള്ളിയിലെ വീടിന്റെ മുറ്റത്തൂടെ കുഞ്ഞുങ്ങൾ ഓടി നടക്കും. എടേ, നിനക്കൊരു പ്രപ്പോസൽ വന്നാ നീ സമ്മതിക്കത്തില്ലേ? നിന്റെ ഈ രോഗമൊക്കെ അറിഞ്ഞിട്ട് ഒരാൾ നിന്നെ കെട്ടാൻ വരും. നിന്നേക്കാൾ വയസ്സ് 3 വയസ്സ് മൂപ്പുള്ള ഒരാൾ വരും. ഒരാത്മികനായിട്ടൊരാളാ വരുന്നേ. ആ സഹോദരി ഇല്ലയോ നമ്മുടെ? അവരെവിടാ സഹോദരി? ഓസ്ട്രേലിയയിൽ. ആ ഓസ്ട്രേലിയയിൽ. അവന്റെ പേരെന്തോ? ഭർത്താവിന്റെ ആഷ്ലി. ആഷ്ലി ഇന്ന് മാറണമെന്ന് പറഞ്ഞ അവളങ്ങ് കുത്തിക്കടന്ന് പ്രാർത്ഥിക്കുക. അവൾക്ക് പൈസയുണ്ട്, പക്ഷെ സമാധാനമില്ല. അവൻ അടി കുടിയനാ. ഇന്ന് രാവിലെ കുടി പൊട്ടാൻ പോവാ. ഇവിടെയല്ല, ഓസ്ട്രേലിയ. இந்த இடத்தை மூடுதே ஒரு மகிமையின் மேகம், இந்த ஜனத்தை மூடுதே. விலகாத மேகம் நீ, என் செல்லும் மேகம் நீ. விலகாத மேகம் நீ, என் செல்லும் மேகம் நீ. ஆவியானவரே, இந்த ஜனத்தை மூடுதே ஒரு மகிமையின் மேகம், இந்த ஜனத்தை மூடுதே. விலகாத மேகம் நீ, என் செல்லும் மேகம் நீ. விலகாத மேகம் நீ, என் செல்லும் மேகம் நீ. സംഗീതമേ
അങ്ങന്റെ നിക്ഷേപമേ എന്റെ ആശ്രയമേ എന്റെ മറവിടമേ എന്നെന്നും സങ്കേതമേ മറിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനാവേ വീരനാണവൻ അമറിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനാവേ വീരനാണവൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാവിലെ സ്വർഗത്തേക്ക് നോക്കി എല്ലാവരും അതിരം തുറന്നു പാടിയേ. ഹൃദയത്തിൽ നിന്ന് പാടിയേ. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനേ. ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ഓ ആരാധന യേശുവേ, ഓ ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? എന്താണ് എന്നിൽ കണ്ടത്? ഓ ചേറ്റിൽ കിടന്നതാണെന്നേ ആ പൊൻകരം നീട്ടി പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ ഹൃദയത്തിൽ നിന്ന് പാടാൻ കഴിയുന്നു. ഓ എന്താണ് എന്നിൽ കണ്ടത്? ഓ ചേറ്റിൽ കിടന്നതാമെന്നേ ആ പൊൻകരം